എടാ നിനക്ക് നാണമുണ്ട്? എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കുക. ഒരു സ്റ്റേഷൻ ഭരിക്കുന്ന SI നിനക്ക് നാണമുണ്ടോ ഈ യൂണിഫോം ഇട്ടു? പയ്യപ്പറ അതൊക്കെ സാറിന്റെ നിർബന്ധമല്ലേ? വർഷങ്ങളായിട്ട് നമ്മളെ കാണണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു. എല്ലാ സാറുമാർക്കും ആഗ്രഹമുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തണമെന്ന്. അത് നമ്മൾ ഓക്കെ. പക്ഷെ പഴയ യൂണിഫോം ഇട്ടുണ്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി കടുപ്പോ. ഈ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് പഴയ യൂണിഫോം ഇടണമെന്ന് പറഞ്ഞപ്പോ ആദ്യം നീയാണല്ലോ തമ്പ് ഇങ്ങനെ വെച്ചത്. അയ്യോ അത് തമ്പ് കാണിച്ചില്ല. എനിക്ക് വരാൻ പറ്റത്തില്ല, എന്റെ വിരൽ മുറിഞ്ഞിരിക്കുമെന്ന് കാണിച്ചില്ലേ ഞാൻ? ഇങ്ങനെയാണോ കാണിക്കുന്നത്? അത് നീ ആദ്യം തമ്പിട്ടപ്പോഴാ ബാക്കി എല്ലാവരും അതിന്റെ അടി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചത്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓരോരുത്തർ വന്നോണ്ടിരിക്കല്ലേ. ആണോ? നീ ഇപ്പൊ എന്താ പരിപാടി? ഞാനിപ്പോ രാഷ്ട്രീയം. ചെലവില്ലാത്ത പരിപാടിയാണ്. ചെലവില്ലാത്ത പരിപാടിയാണ്. അങ്ങോട്ട് ഇടുന്നു ഇങ്ങോട്ട് പൈസ കിട്ടും ആണല്ലേ? ചെറിയ പൈസ അങ്ങോട്ട് ഇടുന്നു വലിയ പൈസ കിട്ടും. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. എടാ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് നിനക്ക് എങ്ങനെ SI ആകാൻ പറ്റുന്നത്? എനിക്ക് അച്ഛന് സർവീസിലായിരുന്നല്ലേ, മരിച്ചുപോയി. അച്ഛൻ പോലീസിലായിരുന്നു. അച്ഛൻ പോലീസിലല്ല, പിന്നെ സർവീസ് സ്റ്റേഷൻ നടത്തുമായിരുന്നു. വെള്ളം ഇങ്ങനെ വണ്ടി കഴിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളി അങ്ങനെ അറ്റാക്ക് വന്ന് മരിച്ചു. പിന്നെ ഭാരം എല്ലാം കൂടെ എന്റെ മണ്ടക്കായി. ഞാൻ പിന്നെ പഠിച്ചൊരു SI ടെസ്റ്റ് എഴുതി SI ആയതാണ്. അങ്ങനെ എന്റെ പൊന്നേ. നിനക്ക് വേറെ കാര്യം അറിയോ? ഇങ്ങനെ ഞാൻ ഇവിടുത്തെ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എന്നെ കളിയാക്കി കൊല്ലി. ഇങ്ങനെ കയ്യെന്ന് വെച്ചേ SI ഇത് വെച്ചേ. ഞാനൊരു പേര് വിളിക്കട്ടെ. അങ്ങനെ വിളിക്കണ്ടേ? എല്ലാരും വരുന്ന സമയത്ത് അങ്ങനെ വിളിച്ചു കളയാ. പൊന്നളിയ നിനക്ക് മാത്രമേ പേര് അറിയത്തുള്ളൂ. ഞാൻ ആരോടും പറയത്തില്ല. ഇത് അന്ന് നമ്മൾ പഠിച്ച ആ സമയത്തുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ എന്താ അറിയോ, എന്റെ നാട്ടുകാരെന്റെ പേര് വിളിച്ചേക്കുന്നത് എന്താ അറിയോ? എന്താണ്? കടുവാ സന്ദീപ്. കടുവാ സന്ദീപ്? ഞാൻ വിറപ്പിക്കടാ. സിറ്റി ഇറങ്ങി കഴിഞ്ഞാൽ വിറപ്പിക്കും ഞാൻ. കടുവാ സന്ദീപ് മറ്റേ സിനിമ ഇറങ്ങിയല്ലോ, അതിനോട് ചേർത്ത് വെച്ചാൽ അങ്ങനെ വിളിക്കും. നേരത്തെ എന്റെ പേര് അങ്ങനെ അല്ലായിരുന്നു. നരസിംഹം സന്ദീപ് എന്നായിരുന്നു മറ്റേ പടം ഇറങ്ങി. സിനിമ ഇറങ്ങുന്നതിനനുസരിച്ച് അപ്പൊ ചുരുളി ഇറങ്ങിയപ്പോ കുറെ വിളിച്ചു കാണുമല്ലോ ആൾക്കാർ. അയ്യോ കേട്ട് തല പൊളിഞ്ഞു. അതാ ഞാൻ ആലോചിച്ചത്. പിന്നെ അപ്പഴേ വേറെ ആരും ഇല്ലടാ. വേറെ ആരുമില്ല. ഞാനാലോചിക്കും നമ്മൾ രണ്ടുപേരും വന്നു കറക്റ്റ് സമയത്ത് 9 മണി. വേറെ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുവാണ്, മറ്റേ ഇരട്ടപ്പേര് വിളിക്കല്ലടാ. ഇല്ലെന്ന് വിളിക്കത്തില്ല. നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള അല്ലാതെ ഒരു മനുഷ്യന് നിന്റെ ഈ ഇരട്ടപ്പേര് അറിയത്തില്ല. വിളിക്കരുത്. ഇല്ല കേട്ടല്ലോ, എനിക്ക് അതറിഞ്ഞാ മതി. ആരോടെ ഇക്കോട്ടു എന്റെ ഇരട്ടപ്പേര് വിളിച്ചേ? ഇത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ യൂണിഫോം ഇട്ടുണ്ടോ നിങ്ങൾ ആരാണ്? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. എടാ നിങ്ങളുടെ കൂടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ഞാൻ. അല്ല എനിക്ക് മനസ്സിലായില്ലേ. ഏത് ബെഞ്ചില്? ബാക്ക് ബെഞ്ചില്. പേരെന്തോ? അപ്പുണ്ണി. അപ്പുണ്ണി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പുണ്ണി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പുണ്ണി ഏറ്റവും ലാസ്റ്റ് ബെഞ്ചില് മറ്റേ കോമ്പസ് കൊണ്ട് വൃത്തിയായിട്ട് പടമൊക്കെ വരയ്ക്കുന്നത്. ആ മനുഷ്യനെ അന്നൊന്നും നമുക്ക് മീശയും താടിയും ഇല്ലല്ലോ. ഇപ്പൊ മീശയൊക്കെ വന്നപ്പോ ആള് തിരിച്ചറിയാണ്ടായി. ഇല്ല ഇങ്ങനെ ഇതല്ല അപ്പുണ്ണി എന്ന് പറയുന്നത്. നമ്മുടെ അപ്പുണ്ണി നമുക്കറിയത്തില്ല. നമ്മൾ അത്രയും തോളത്ത് കൈയിട്ട് നടന്നില്ലടാ 10ാം ക്ലാസ് വരെ. പിന്നെ അപ്പുണ്ണിയെ കണ്ട ഞങ്ങൾക്ക് അറിയത്തില്ലേ? നീ അല്ല അപ്പുണ്ണി. എന്റെ ദൈവമേ. അയ്യോ അവരോട് പോയി. അപ്പുണ്ണി ഞാനല്ലേ? ഇല്ല ആദ്യം ഇങ്ങനെ വെക്കാൻ പറ്റില്ല. പിടി കിട്ടാത്തോണ്ട് കേട്ടോ. പറയരുത് കേട്ടോ. നമുക്ക് വലിയ പണിയൊന്നും കിട്ടിയില്ലല്ലോ. ഞാനിപ്പോ ഈ കേറ്ററിംഗ് സർവീസ് ഉണ്ട്. പിന്നെ ഇന്നത്തെ പരിപാടിയുടെ കേറ്ററിംഗ് ഞാനാണ്. നല്ല കാര്യല്ലേ? പിന്നെ ചെറിയ മൈക്ക് സെറ്റിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കാര്യം. നല്ല നമ്മുടെ കൂട്ടത്തിൽ രക്ഷപ്പെടാൻ ദൈവം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും ഇല്ലേ? പിന്നെ നല്ല ലെവലായിട്ട്. എന്റെ ദൈവമേ, അത് ആരാടാ വരുന്നത്? എടാ നമ്മളോട് പഠിച്ച സുന്ദരി. സുന്ദരി അരപ്പാവടക്കാരി. എന്നാ ഞാൻ ഇറക്കി മൈക്കിന്റെ സ്റ്റാൻഡ്. അവർക്ക് പൊക്കക്കുറവല്ലേ? എടാ തോമസ് ചാക്കോ. എന്റെ പൊന്നി എന്തൊരു മാറ്റാണ് നിനക്ക്. ഭയങ്കര മാറ്റമല്ലേ? ആദ്യമായിട്ടാണ് പെണ്ണെ കാണുന്നത്. അതാരെന്ന് പറ. ഞാൻ ക്ലൂ തരാം. നിക്കറേ. എടാ സന്ദീപേ. എനിക്ക് വയ്യ. അത് ഇത് നമ്മുടെ കൂടെ പഠിച്ചാണ്. ഇത് നമ്മുടെ കൂടെ പഠിച്ച ആളാണ്. മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ നല്ല മാറ്റാ. ദീപ്തി ഇവൻ SI ആയി. ഞാൻ രാഷ്ട്രീയമാണ്. നീ എന്തായി? ഞാൻ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റ്. നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടർ. പിന്നെ നല്ല കാര്യല്ലേ അത്? പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാം ഡോക്ടറാകുമ്പോ നമുക്ക് എന്തും സംശയം ചോദിക്കാമല്ലോ. പിന്നെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. അല്ല അതുകൊണ്ടല്ല ഈ ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം. അതല്ല കൂട്ടുകാരാകുമ്പോ ചോദിക്കാം. അതെന്താണെന്നറിയാമോ? വേറെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ മയിൽപ്പീലി വെക്കത്തില്ലേ ബുക്കിനകത്ത്? ഈ മയിൽപ്പീലി പ്രസവിക്കുമെന്ന് പറയല്ലോ.
ശരിക്കും അത് പ്രസവിക്കും. ഒന്ന് പോടാ, ഇവൻ ഇപ്പോഴും ആ മണ്ടത്തരം തന്നെയല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ബോറടിക്കുന്നു, നമുക്കൊരു കളി, എന്തെങ്കിലും കളികളിൽ ഏർപ്പെട്ടാലോ? എന്ത് കളി കളിക്കാൻ പറ്റും? പഴയൊരു നൊസ്റ്റാൾജിയ എനിക്ക് വന്നപ്പോഴേ ഒരു കിരീടമുണ്ടായിരുന്നു. കള്ളൻ പോലീസ് കളിക്കാം. അത് വേണ്ടെന്നേ, അത് ശരിയായാലും എന്നും ഇപ്പൊ നിങ്ങൾ കള്ള പോലീസായി, ഞങ്ങള് കള്ളനായി, അത് വേണ്ട. എന്താണ് അടിച്ചാട്ടോ അങ്ങനെ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് റമ്മി കളിച്ചാലോ? 100 രൂപ വെച്ചിട്ടാ മതി. പക്ഷെ അവള് നോക്കിക്കോല്ലടാ, അവർക്ക് മേശ പൈസ കൊടുത്താ പോരെ. നീച്ചുമാര് വേറെ വല്ല കളി പറ. സാറ്റ് കളിക്കാം. അതും നല്ലൊരു ഓപ്ഷനാണ്. സാറ്റ് കളിക്കാം. ഒരാൾ എണ്ണിയാ മതി, ബാക്കി എല്ലാവരും വിളിച്ചാൽ മതി. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുവാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എണ്ണ എന്നെ സാർ വരുന്നതിന് മുമ്പ് കളി നിർത്തണം കേട്ടോ. സാറ് വരും, സാറ് വരുമ്പോ കളി നടത്താം. കണ്ണ് തുറക്കരുത്. ഇല്ല ഇല്ല ഇല്ല, അപ്പോൾ നീ കണ്ണ് നിന്റെ പണ്ട സ്വഭാവം എടുക്കൽ. അത് നിങ്ങൾ എനിക്കൊന്നും പറയാനുണ്ട്, ദൂരെ ഒന്നും പോയേക്കരുത്, എനിക്ക് പറ്റത്തില്ല. ആ അപ്പൊ റെഡിയാണല്ലോ? 1 2 3 4 5 6 7 8 9 10 12 13 14 15 16 17 18 19 20 21 22 ഒളിച്ചാലും ഒളിച്ചില്ലാലും സാറ്റ് അപ്പുറത്ത് പിടിക്കും. ഇല്ലെന്ന് കുഴപ്പമില്ല, ആരും പിടിക്കത്തില്ല തന്നെ. ഇവന്മാരെന്നെ പറ്റിച്ചു. ഇനി ഞാൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കും? അവൻ മാറിയ ഉടനെ ചാറ്റി എടുത്തിട്ട് ഓടിക്കണം. സ്ഥലം വെസൈ അതെന്തോ പറയണം. അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. എന്തായാലും ഈ മക്കളൊക്കെ കൃത്യസമയത്ത് വരാൻ പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല. കഴിക്കുന്ന ഗുളി ആദ്യം കഴിച്ചേക്കാം, ഷുഗറിന്റെ. ബട്ടറുണ്ട്, പഴശ്ശേരി. എന്താണെന്ന് നോക്കിയേ, കൃത്യസമയം പറഞ്ഞ അന്നും ഇന്നും എന്നും ഈ കുട്ടികൾ പാലിക്കില്ല എന്ന് വെച്ചാ വലിയ കഷ്ടമാണ്. പരിപാടി കാണിച്ചു ഡോക്ടറെ കൊണ്ട് വന്ന് പിടി കൊണ്ട് എവിടെയെങ്കിലും മാറ്റി ഇരുത്തി സാറിനെ. പെട്ടെന്നൊരാഘാതം വെച്ചാ ഓണത്തുമ്പി വന്ന് ഇടിച്ചപ്പോ ബോധം കെട്ട ആളാ. നോക്ക്, നീ നോക്ക് പൾസ് സാറേ, കൊടുക്ക്, പൾസ് പൾസ്. പൾസ് കാണിച്ചു കൊടുക്കും. ഇതല്ലേ പൈൽസ്? എടാ, അത് പല്ലല്ലേ പൾസ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് തട്ടിയാ മതി. കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്നെ പറ്റിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? മക്കളെ സന്തോഷായി, സന്തോഷായി. 98 99 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾ എനിക്ക് നേരിട്ട് കാണുന്നൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് വാട്സാപ്പിൽ ഞാൻ നിങ്ങളെല്ലാം ക്ഷണിച്ചത്. അപ്പൊ എല്ലാവരും കൃത്യസമയത്ത് വന്നതിന് വളരെ സന്തോഷം കേട്ടാ. സന്തോഷം സന്തോഷം. സന്ദീപ്, അയ്യോ സാറേ, തോമസ് ചാക്കോ, സന്ദീപ് എന്ത് ചെയ്യുന്നു? ഞാൻ എസ് ഐ സാറേ. SI ആണ്. ഓ സന്തോഷം. തോമസ് ചാക്കോ ഞാൻ രാഷ്ട്രീയക്കാരനാണ്, നേതാവാണ്, ഓ, ഭയങ്കര അടുത്ത മന്ത്രിയാണല്ലോ. അടുത്ത മന്ത്രിയാണ്. ദീപ്തി KP. ഞാൻ ഡോക്ടറാ. എന്റെ പൊന്ന്, ഒരു അധ്യാപകൻ ഇതിൽ പര സന്തോഷം എന്താ ഉള്ളത്? തിരക്കിലായിപ്പോയി സാറേ, ഒന്നും വിചാരിക്കരുത്. ഒരു കോള് വന്നിട്ടുണ്ട്, എടുത്തോട്ടെ ഞാൻ. ഇതിന്റെ ഇടയ്ക്കൂടെ ഹലോ. അതാ പാലത്തിന്റെ പണിക്കാ. അത് അടങ്കൽ തുക ഏകദേശം ഒരു 2.5 കോടി വരും. 2.5 കോടി അറിയാലോ, നമ്മുടെ കമ്മീഷൻ അറിയാലോ, 25 ലക്ഷം ആണല്ലോ അതിന്റെ. അതൊക്കെ പിന്നെ മറ്റേ കെട്ടിട സമുച്ചയത്തിന്റെ നമുക്ക് എങ്ങനെ പോയാലും അതിനകത്തൊരു 25 ലക്ഷം രൂപ നമ്മുടെ വരണം. അത് അത് 2.5 കോടിക്ക് തീർക്കും. 2.5 കോടിക്ക് തീർക്കാം. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. തിരക്കായതുകൊണ്ട് കേട്ടോ, ഒന്നും വിചാരിക്കില്ല. എടാ പിന്നെ നിങ്ങളുടെ ആരെങ്കിലും 20 രൂപ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ടൊന്ന് ചാർജ് ചെയ്യണം. എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ പൈസ ഇല്ല, അതാ. അപ്പോ ദീപ്തി, ചാക്കോ, സന്ദീപ്, ഇതാരാ ഇത്? നമ്മുടെ യൂണിഫോം ഇട്ടേക്കണത് ഇതാരാ? മനസ്സിലായില്ലോ സാറേ, അത് നമ്മുടെ അപ്പുണ്ണി. അപ്പുണ്ണി ഏറ്റവും പുറകിലത്തെ സീറ്റില്. അപ്പൊ ഇതാരാ? അത് തന്നെ ഇത്.
എന്തായാലും സന്തോഷമായി. എന്തായാലും നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ കേട്ടോ? സാർ ഇരിക്കും. അപ്പൊ ആദ്യം ഈശ്വര പ്രാർത്ഥന. അത് വേണോ? ഞാൻ പാടാം. മാറിക്കടാ. നിലയും പേരാളിന്റെ മക്കൾ പാടും, മനസ്സിലായില്ലേ? അല്ല സാറേ, കഞ്ഞിപ്പേരിൽ മാത്രം നിറഞ്ഞു നടന്നവൻ തോമസ് ചാക്കോ. സാറേ ഞാനിപ്പോ ഈ രാഷ്ട്രീയമൊക്കെ ആയതുകൊണ്ട് ഈ നിരീശ്വരവാദവും പരിപാടിയൊക്കെയാണ്. ഓ മാറ്റം. സന്ദീപ് പാട്. അല്ല സാർ ഞാൻ ഈ കേസും പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് മറന്നുപോയി സാർ. ഒരുപാട് നാളായില്ലേ മറന്നുപോയത്. ദീപ്തി ആയിക്കോ. അല്ല ഡോക്ടർ, എനിക്ക് മെഡിസിൻ ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് എന്താ കുട്ടികളീ പറയുന്നത്? നിങ്ങൾ പ്രാർത്ഥന മറന്നു എന്ന് പറഞ്ഞാ അതിൽ പരം നാണക്കേട് എന്താ ഉള്ളത്? അല്ല സാറൊക്കെ പാടിയൊക്കെ തുടങ്ങും നമുക്കത്. അല്ല മറിവ് എല്ലാവർക്കും ബാധകമാണല്ലോ. ഇതെങ്ങനെ തുടങ്ങും നമ്മളിപ്പോ? പൂവേനും ശബളാപമാം ശലഭത്തിലും നീ വന്നേ. നീ നിൽക്കുന്ന എല്ലാ മക്കളും നല്ല മികച്ച പിള്ളേരായിരുന്നു. നീ മാത്രം തലതെറിച്ചവനായിരുന്നു. നീ എങ്ങനെയാണ് ഈ പാട്ട് പഠിച്ചത്? ഈ പ്രാർത്ഥന പഠിച്ചത് നീ? അത് സാറേ വേറെ ഒന്നുമല്ല. രാവിലെ ഞാൻ സ്കൂളിൽ വരുമല്ലോ, സ്കൂളിൽ വരുമ്പോൾ പ്രാർത്ഥന ഇടുമല്ലോ. പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ അപ്പം ഞാൻ ജലവഴി ചാടുമല്ലോ നേരെ ഉപ്പുമാവിലേക്ക്. ഇത് സ്ഥിരം കേട്ടോണ്ടിരിക്കണോ, പഠിക്കണില്ലല്ലോ, പാട്ട് കേൾക്കുന്നുണ്ടല്ലോ സ്ഥിരം ഞാൻ. ഓ ശരി, അങ്ങനെ പഠിച്ചാൽ ഞാൻ. ആ പ്രാർത്ഥന കഴിഞ്ഞ സ്ഥിതിക്ക് നേരെ ചടങ്ങിലേക്ക് കിടക്കാം. മൈക്ക് അവിടെ വെച്ചു ഇരിക്കും. ഓണാക്കിയിട്ടില്ല. സാറിന്റെ ലെവല് കറക്റ്റാണ്. കറക്റ്റാണ്. ഓക്കെ. 98-99 കാലഘട്ടത്തിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് ഈ മാഷിന്റെ ഹാർദവമായ സ്വാഗതം. എടാ അത് സാറേ സാർ ഇച്ചിരി നീങ്ങി പുല്ലോടാ നീ ടെൻഷന് പറഞ്ഞു സാറേ. അപ്പോൾ സ്വാഗത പ്രസംഗം കഴിഞ്ഞു. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, ആ കാലഘട്ടമൊക്കെ ഇവിടെ എന്നോട് പങ്കുവെക്കണം. അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യം സന്ദീപ്. സാർ നമസ്കാരം. വരാനും എൻ്റെ പ്രിയ ഗുരുനാഥൻ്റെ ശശീരൻ സാറിൻ്റെ പരിപാടിക്ക് വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞത് പണ്ട് ഉണ്ടായ സംഭവങ്ങളല്ലേ സാറേ? ഓർമ്മ കാലത്തുണ്ടായിരുന്നു. പണ്ട് ഈ സുഹൃത്തോട്ട് ഞാൻ ഒരുപാട് കാലത്ത് ബന്ധമുണ്ട്. അത് ഈ സ്കൂളിൽ നിന്ന് കിട്ടിയ ബന്ധമാണ്. പണ്ട് 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു വയറിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഞാൻ വെട്ടി വീർത്തിരിക്കുവാണ് ക്ലാസ്സിൽ. അപ്പോഴൊരു ദൈവദൂതനെ പോലെ ഇവൻ ആ മഴവെള്ളത്തിൽ നിന്ന് ഒരു മക്ക് വെള്ളമായിട്ട് എന്റെ അടുത്തേക്ക് വന്നു. അതൊക്കെ ഇപ്പൊ പറയണ്ട. എന്റെ മനസ്സിലല്ലേ അന്ന് ഞാനൊരു മഗ് മേടിച്ച് എന്റെ കൈ വെച്ചതാണ്. എന്നെങ്കിലും അവൻ അങ്ങനെ ഒരു അനുഭവം വന്നാൽ ഒരു മഗ് വെള്ളം ഞാൻ തിരിച്ചു കൊണ്ട് കൊടുക്കും. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് നിന്റെ വാക്കൊന്നും വേണ്ട. അപ്പൊ എന്തായാലും എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. അടുത്തത് തോമസ് ചാക്കോ. സാറേ ഞാൻ ചാടിക്കേറി സംസാരിക്കണോ? ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അല്ല എന്തായാലും സംസാരിക്കും. രണ്ടു വാക്ക് അയ്യോ എനിക്കൊരു കോള് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ സർ. ഹസ്ബൻഡാ. നല്ല മര്യാദ കുട്ടിയാണ്. ഹലോ ചേട്ടാ, കുഞ്ഞേട്ട വരാട്ടാ. ആദ്യം മാട്ട പരിപാടി ഒന്ന് കഴിയട്ടെ. ഇന്നൊന്നും വരാന്ന് കോപ്പ് എന്നെ പ്രാന്തിപ്പിക്കരുത്തിട്ടാ. ശരി ഞാൻ വന്നോളാം. ആ ഓക്കെ സർ, നമുക്ക് അടിച്ചു വിളിക്കണ്ടേ? കേട്ടു. അടുത്തത് തോമസ് ചാക്കോ. അല്ല തോമസ് ചാക്കോ പറയുന്നതിന് മുമ്പ് നമുക്ക് അവനെന്തിനാ സാർ മാറ്റിയിരിക്കുന്നത്? നിനക്ക് വല്ലതും പറയാനുണ്ടോ? അല്ല എനിക്ക് പറയാനൊന്നുമില്ല, വേണമെങ്കിൽ സാറേ പണ്ട് സാറിന് അറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ പറയാം. ഒരു വെള്ളിയാഴ്ച നമുക്ക് 2 മണിക്കൂർ പീരീഡ് ഒരു ഇതുണ്ട്. സാർ വന്നില്ലല്ലോ. സാർ വരത്തില്ലല്ലോ. ആ സമയത്ത് ഇവന്റെ ഡാൻസ് ഭയങ്കര വരുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഉള്ളോ ഒന്ന് കാണിക്കട. പെർഫോമൻസ് വേണമെങ്കിൽ ശ്രമിക്കാം. അല്ല കാണിക്ക്. പുതിയത് എന്തെങ്കിലും ചെയ്താൽ മതി. അന്നത്തെ നമ്മൾ കണ്ടാണല്ലോ. ആണോ? എനിക്ക് താല്പര്യമില്ല. സാറ് ഭയങ്കര സംഭവമാണ്. കളി കാണിച്ചു. ഏതാ വേണ്ടേ? ഏത് പാട്ടാ വേണ്ടേ? പറ്റ പാട്ടില്ലേ? ദേവദൂതൻ. അതായിട്ടുള്ള ഞാൻ മൊബൈലിൽ ഇടാം. യൂട്യൂബ് എടുത്തിട്ട് ദേവദൂതൻ. ഇപ്പോഴത്തെ ട്രെൻഡാ അത്. ഇതല്ലെന്ന് പിന്നെ ഇപ്പൊ കുഞ്ചാക്കോന്റെ ട്രെൻഡില്ലേ ദേവദൂതൻ. അതിടാൻ. അയ്യോ അയ്യോ ഡോക്ടർ നോക്കൂ.
എടാ കൃത്രിമ ശ്വാസം വേണോ? വേണം. വേണോ? വേണ്ട എന്താ നിന്റെ പെപ്പുവല്ലെ വായിക്കാറല്ലേ? അയ്യോ കുഴപ്പമില്ലല്ലോ. ഏതായാലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കാണാനും നിങ്ങളുടെ പരിപാടി കണ്ടു, സംസാരം കണ്ടു. പക്ഷെ എങ്കിൽ തോമസ് ചാക്കോ സംസാരിച്ചില്ല. തോമസ് ചാക്കോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുസൃതികള്, കൊച്ചു കൊച്ചു തെറ്റുകള്, അതൊക്കെ പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല സാറേ. ഇപ്പൊ അന്നത്തെ നമ്മുടെ അറിവില്ലായ്മ സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പൊ പറഞ്ഞ കുഴപ്പമില്ല, ഒരു കുഴപ്പമുണ്ടാവൂല. സാറേ ഞാൻ ഇപ്പൊ പറയാണ്, എന്റെ കയ്യിൽ നിന്ന് അന്ന് വന്നിട്ടുള്ള ഓരോ വീഴ്ചകളാണ്. ഇപ്പൊ നമ്മൾ ഇത്രയും പ്രായമായി പറയാതിരുന്നിട്ട് കാര്യമില്ല. അത് പ്രധാനമായിട്ടും പെൺകുട്ടികളുടെ ബാത്റൂമിൽ കയറരുത് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ആ തെറ്റ് ഞാനിവിടെ പറയാണ്. അന്ന് ഞാനാണ് അതിനൊരു ഹോൾ ഇട്ടെന്ന് പറഞ്ഞില്ലേ, അത് ഞാനാണ്. അന്ന് ബാത്റൂമിൽ ഒരു ഹോൾ ഇട്ടെന്ന് പറഞ്ഞില്ലേ. എന്റെ പൊണ്ണേ, എന്റെ കണ്ണ് ചുമന്ന് ഒരു വശം കാണത്തില്ലായിരുന്നു. സോറി ഞാൻ എന്റെ അന്നത്തെ അറിവില്ലാത്തോണ്ടോ സാറേ? ഒന്നും സാരമില്ല. ഇനിയും അത്തരത്തിലുള്ള കുസൃതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മാപ്പ് ഞാൻ അവിടെ വന്ന് ഞാൻ പറയുന്നു. അല്ല, അവിടെ പറഞ്ഞു. അത് വേറൊന്നുമല്ല, പിന്നെ ശശീന്ദ്രൻ വിത്ത് രാധാമണി ടീച്ചറിന് എഴുതിയത് ഞാനാണ്. ലവ് നടുക്കിട്ടിട്ട് ബാത്റൂം ലേഡീസിന്റെ ബാത്റൂമിൽ കയറി എഴുതിയത് ഞാനാണ്. അന്ന് വൈകിട്ട് ടീച്ചറിന്റെ ആങ്ങളയോട് എന്ന് പറഞ്ഞത് ഞാനാണ്. അത് കഴിഞ്ഞിട്ട് സായാഹ്നം 4 മണിക്ക് ചന്തയിലേക്ക് വരുമോ മാഷ്, കൊട ഇങ്ങനെ തോളത്തിട്ടുണ്ട്. ഇനി വരുമോ രാധാമണി ടീച്ചർ ആങ്ങളെ ഒരു ആചാന ബാഹു കൊടയോടുകൂടി ഇങ്ങ് എടുത്ത് നിലത്തങ്ങ് അടിച്ചു. പിന്നെ അവിടെ കിടന്ന് ഉരുളുമല്ലേ രണ്ടുപേരും കൂടെ ഉരുണ്ടിട്ട് സാറിന് തുണി പറഞ്ഞു പോയെന്നു. പിന്നെ മത്തങ്ങയും വെണ്ടയ്ക്ക എല്ലാം പ്രശ്നമായി, എല്ലാം കണ്ടു. അല്ല ചന്തയല്ലായിരുന്നു വന്ന അവിടെ ചന്തക്കകത്ത് കിടന്ന് സാറിനറിയാതെ. പിന്നെ കേട്ടോ, ശ്രമിക്കണം. ഞങ്ങളുടെ ഒരു അറിവില്ലാത്ത കാലഘട്ടം. തോമസ് ചാക്കോ അടിക്കല് ഞാൻ അന്നേരം പറഞ്ഞില്ലേ സാറേ, അടിക്കല്. ഞാൻ ഇന്നത്തെ ദിവസം പ്രത്യേകം തെരഞ്ഞെടുത്ത് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത് ഇതാരാണ് അത് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ്. അന്നത്തെ അറിവില്ല. ഓക്കെ, എന്തായാലും ഞാൻ വാക്ക് പാലിക്കുന്നു. വലിയ ശിക്ഷയില്ല, ഒരു ചെറിയ ശിക്ഷ. മനസ്സിലായില്ലേ? എന്തായാലും അന്നത്തെ ഓർമ്മകളൊക്കെ എനിക്ക് വളരെ സന്തോഷമായി. പക്ഷെ അന്ന് ഒരുപാട് കോലാഹലങ്ങളൊക്കെ ഉണ്ടായി തന്നെയും ആ സംഭവത്തിൽ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. പിന്നെ അത് നാട്ടിൽ പ്രശ്നമായി വിഷയങ്ങളായി രാധാമണി ടീച്ചറും വീട്ടുകാരും കുടുംബം വിട്ടു പോയി. പക്ഷെ ഇന്ന് ആ രാധാമണി ടീച്ചർ എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാണ്. കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരു സുഖാണോ കുട്ടിയോളെ? സുഖമാണ്. രമണി, നിനക്ക് ഇവരെയൊക്കെ മനസ്സിലായോ? ഇത് എനിക്കങ്ങോട്ട് മനസ്സിലാവണില്ലേ സന്ദീപ്. ഏത് ആ ചന്തയില്ലാത്ത ചെക്കനോ? സന്ദീപ്, നീ എന്ന് പറയാറില്ല. സന്ദീപ് വലിയ കുട്ടിയായിരിക്കണു. ആണ്. സന്തോഷം. ഇത് തോമസ് ചാക്കോ. അയ്യോ, മറ്റേ കോമ്പസ് കുട്ടി. ഇത് മനസ്സിലായോ? നിന്റെ പെറ്റ്. അയ്യോ, ഞാൻ പറ്റില്ലല്ലോ. അതല്ല, നിന്റെ പ്രിയപ്പെട്ട കുട്ടി കിങ്ങിണി. ദീപ്തി ഡോക്ടറാ. അയ്യോ, ഇവൻ ഓർക്കുന്നുണ്ടോ? ഇത് ഏതത്? ഇനി എനിക്ക് പറ്റത്തില്ല ഇത് കാണാൻ. എനിക്കത് മനസ്സിലാവണില്ലേ മാഷെ? ഇതാണ് നമ്മുടെ മക്കള് കേട്ടാ. അപ്പൊ ഇവരെയൊക്കെ നേരെ കാണിക്കാൻ വേണ്ടി നിന്നെ ഞാൻ വിളിച്ചു വരുന്നത്. അപ്പൊ എന്തായാലും അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇത്രയും സംഭവമൊക്കെ ഉണ്ടായല്ലോ. ഒന്നേ തോമസ് ചാക്കോ, ഒരു കാര്യം തുറന്നു പറയുകയാണ്. എന്തായാലും ആ മൂത്രപ്പര നല്ല രാശിയിലുള്ള മൂത്രപ്പര. അതുകൊണ്ടാണല്ലോ എനിക്ക് പ്രിയപ്പെട്ട രാധാമണിയൊക്കെ സ്വന്തമായി കിട്ടിയത്. ആണോ? പിന്നെ ഉറപ്പാണോ? ഉറപ്പ്. മാറ്റമില്ലല്ലോ, ഒരു മാറ്റമില്ല. രാശിയുള്ള മൂത്രപ്പുരയാണോ? ഇല്ല, അതിനകത്ത് വേറൊരാളൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പുണ്ണി വിത്ത് ദീപ്തി കേറ്റിന്ന്. നീ എന്ത് പണ്ടത്തോടെ പറയുന്നത്? ഇത് ആരാ എഴുതിയത്? അത് ഞാൻ എഴുതി. അവള് കല്യാണം കഴിച്ചിട്ട് പിള്ളേർ തള്ളല്ലേടാ. എന്നാലും മനസ്സ് മാറി പറയാലോ, അത്രയ്ക്ക് രാശിയുള്ള ബാത്റൂം അല്ല ഇത്. അപ്പുണ്ണി കൈ നീട്ട്. ഇതിന് ചെറിയ ശിക്ഷയല്ല, കടുത്ത ശിക്ഷ.